ദേശീയപാത ഭാഗികമായി തുറന്നപ്പോൾ തന്നെ അപകടങ്ങളും വർദ്ധിച്ചു. ഒരാഴ്ചക്കിടെ മാത്രം 12ഓളം അപകടങ്ങളാണ് പുതിയ പാതയിൽ നടന്നത്. സിഗ്നൽ ഫ്രീ ആയതും വാഹനങ്ങൾ അമിത വേഗതയിൽ ചീറിപ്പായുന്നതുമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലുണ്ടായ അപകടത്തിൽ ഒരു യുവതിയുടെ ജീവനും നഷ്ടപ്പെട്ടിരുന്നു. The complete family wedding, Lumika Wedding, Calicut Road, Chammad. Opening soon. Fancy and footwear. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയപാതാ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തി പൂർത്തിയാക്കിയവ നിലവിൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുമുണ്ട്. പുതിയ ദേശീയപാത തുറന്നതോടെ മലപ്പുറം ജില്ലയിൽ അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 12ഓളം അപകടങ്ങളാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലായി നടന്നത്. പൊന്നാനിയിലുണ്ടായ അപകടത്തിൽ കൊല്ലം സ്വദേശിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ദേശീയപാത പൂർണ്ണമായും തുറന്നു നൽകുന്നതോടെ അപകടങ്ങളുടെ നിരക്ക് വർദ്ധിക്കും. വട്ടപ്പാറ വയഡക്റ്റിന് മുകളിലും 2 ദിവസം മുന്നേ അപകടം ഉണ്ടായിരുന്നു. പുതിയ വയഡക്റ്റിനു മുകളിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്കാണ് പരിക്കേറ്റത്. അമിത വേഗതയായിരുന്നു അപകട കാരണം. വളാഞ്ചേരി ട്രാഫിക് ബ്ലോക്ക് രൂക്ഷമായ കാരണം ദേശീയപാത പുതിയ വയഡക്ട് പാലം താൽക്കാലികമായി തുറന്നു നൽകിയിരുന്നു. റോഡിന്റെ ഒരു വശം നിർമ്മാണ പ്രവർത്തികൾക്കായി അടഞ്ഞുകിടക്കുകയാണ്. ഒരു ഭാഗത്തെ റോഡാണ് നിലവിൽ ഗതാഗതത്തിനായി തുറന്നിട്ടുള്ളത്. എന്നാൽ ഇരുവശത്തു നിന്നുമുള്ള വാഹനങ്ങൾ വേഗത നിയന്ത്രിക്കാത്തതിനാൽ അപകടം വിളിച്ചു വരുത്തുകയാണ്. വാഹനങ്ങളുടെ അമിതവേഗവും സിഗ്നൽ ഫ്രീ ആയതുമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം. അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരാകട്ടെ ഗുരുതരമായി പരിക്കേറ്റ് മാസങ്ങളോളമാണ് ചികിത്സയിൽ കഴിയുന്നത്. വിശാലമായ റോഡും തിരക്ക് കുറവുമെല്ലാം അമിത വേഗതയ്ക്കും അതുവഴി അപകടങ്ങൾക്കും കാരണമാകുന്നു. ദേശീയപാത പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ അപകടനിരക്ക് ഇനിയും കൂടുമോ എന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.